ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഇന്നെനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ കാണാത്തൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ. സാധാരണ ഞാനിങ്ങനെ ലെങ്തി വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ കൂടുതലും ചെയ്യേണ്ടത് എൻ്റെ വീട്ടിൽ ആ ബെഡ്റൂമിനകത്ത് ഇരുന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് എബൌട്ട് ടു ലൈക്ക് എല്ലാവരും അമ്മച്ചിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ പറ്റിയാണ്. എന്താണെന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. എബൌട്ട് അവർ മാരേജ്, കല്യാണത്തെ പറ്റിയാണ്. അമ്മച്ചിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടുകാരെ കണ്ടുപോലും ഇത്രയും കുഴപ്പമില്ല. ഈ നാട്ടുകാരെന്ന് പറയുമ്പോൾ അമ്മച്ചിക്ക് എന്താ പറയുക, പള്ളി പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. ആൾക്കാർ ചോദിക്കുന്നതാണ് എന്താ മക്കളെ കെട്ടിക്കുന്നില്ലേ. എല്ലാവരും പറയുന്നത് എന്താ വെച്ചാലും രണ്ട് പെൺപിള്ളേരില്ലേ, രണ്ടും ഒരേപോലെ വളർന്നു വരുന്നതല്ലേ. അപ്പോൾ ഒരാളുടെ കല്യാണമെങ്കിൽ ഇപ്പം നടത്തി വെക്ക്, എന്നാലും നമുക്ക് അടുത്ത ആളുടെ കല്യാണം നടത്താനുള്ള ഗ്യാപ്പ് വരും. എന്തൊരു കെയറിങ് ആണല്ലേ. അമ്മച്ചി അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് പറയും. ഇങ്ങനെ ഇന്നയാൾ ചോദിച്ചു, ഇന്ന് ഇന്നയാൾ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഈ അമ്മച്ചിയോട് ഞാൻ പറയുകയും ചെയ്തു, ഈ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ ആക്കിയത്, ഇന്ന സ്കൂളാണ് നല്ലതെന്ന് പറയാൻ ആരും വന്നിട്ടില്ലല്ലോ. അതെനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോഴും എനിക്ക് ജോലിക്ക് കയറിയപ്പോഴും ഒരാളും സജഷൻ പറയാനോ അല്ലെങ്കിൽ എന്തായി എന്ന് ചോദിച്ച് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഇത്ര ഇത് കാണിക്കണേ? ഐ ഡോണ്ട് നോ, ഇത് ടാനാണോ ഗോഡ്, എന്തിനാ ഇങ്ങനെ ഈ കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഓഫ് കോഴ്സ് അമ്മച്ചിക്ക് അതിൻ്റേതായ ടെൻഷൻസ് ഉണ്ട്. അതിപ്പോൾ പെൺകുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും മക്കളൊരു പ്രായമാകുമ്പോഴേക്കും അവരുടെ കല്യാണത്തെ പറ്റിയിട്ട് ഒരു ഇതുണ്ടാകും. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലങ്ങനെ നിങ്ങൾ കെട്ട് അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിൽ പ്രഷറൊന്നുമില്ല കേട്ടോ കല്യാണത്തിനെ പറ്റിയിട്ട്. ഞങ്ങൾക്കൊരു ഏജ് ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാതെ നല്ലൊരു ജോലി കിട്ടി വെൽ സെറ്റിൽഡ് ആകാതെ കല്യാണം കഴിക്കത്തില്ല എന്നുള്ളത് ആദ്യമേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടുകാർക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ഇന്ന് വരെ വീട്ടിൽ നിന്ന് അപ്പനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ അപ്പൻ്റെ സൈഡിലെ ഫാമിലിയാ അമ്മച്ചിയുടെ സൈഡിലെ ഫാമിലിയാ ആരും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കല്യാണത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം ഞങ്ങളുടെ എന്താ പറയുക, എന്താണ് ഞങ്ങളുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്, അതവർക്കറിയാം. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് വന്ന് ഓരോരുത്തർ പറയുമ്പോഴും അമ്മച്ചി പറയണത് അവർക്കിപ്പോൾ കല്യാണം വേണ്ടെന്നാണ് പറയണത്, അത് അവരുടെ ഇഷ്ടമാണ് എന്ന രീതിയിൽ. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആരും ഒന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഈ പറയുന്ന ആൾക്കാരോട് കുറച്ച് പൈസയും കൂടി തരാൻ പറ, വെറുതെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഞാനൊരു 20 വയസ്സായപ്പോൾ അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറുന്നപ്പോഴാണ്, ഡിഗ്രി കഴിയുന്നതിന് മുമ്പേ തന്നെ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ഞാൻ ലാസ്റ്റ് സെം എക്സാം എഴുതുന്നതിന് മുമ്പേ എനിക്ക് ജോലി കിട്ടിയായിരുന്നു, ലൈക്ക് അപ്രൻറ്റീസ് ട്രെയിനി പോലെ. എന്നിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ ലീവ് എടുത്ത് വന്നിട്ടാണ് എക്സാമൊക്കെ എഴുതുന്നത്. അപ്പോൾ 20-21 വയസ്സിൽ ജോലിക്ക് കയറിയതാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു 25 വയസ്സൊക്കെ ആകട്ടെ, 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണത്തെപ്പറ്റി നോക്കാം. ആ സമയത്ത് ഞാൻ സെറ്റിൽഡ് ആവുകയാണെങ്കിൽ ലൈക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത ബാങ്ക് ബാലൻസും ലൈഫൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് നോക്കാമെന്ന രീതിയിൽ. എനിക്ക് 25 വയസ്സായപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതൊരു കല്യാണം കഴിക്കാനൊന്നും ആയിട്ടില്ല ഞാൻ, ഇനിയും സമയമുണ്ടെന്ന രീതിയിൽ. സോ 25 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ് ഒരു 28-29 മാക്സിമം 30 ആയാലും കുഴപ്പമൊന്നുമില്ല, ആ വയസ്സ് വരെ ഞാൻ ഓക്കെ ആണ്. സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ കല്യാണത്തിനോട് എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല, ഒട്ടും താല്പര്യമില്ല. ഞാൻ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ എൻ്റെ കല്യാണത്തെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല, സ്വപ്നം കണ്ടിട്ടില്ല, ആലോചിച്ചിട്ടില്ല അതിനെ പറ്റിയിട്ട്. എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം കല്യാണത്തെ പറ്റി സ്വപ്നം കണ്ട് നടക്കുന്ന പെൺപിള്ളേരെയൊക്കെ. പക്ഷെ ഞാൻ ഇന്ന് വരെ സ്വപ്നം കണ്ടിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല കല്യാണം എന്നുള്ളത്. എനിക്കെന്തോ ആ ഒരു പ്രോസസ്സിനോട് എനിക്ക് ഭയങ്കര എന്താ പറയുക, വെറുപ്പല്ല, താല്പര്യക്കുറവാണ്. കല്യാണത്തിനോട് എനിക്ക് താല്പര്യമില്ല. അത് ചിലപ്പോൾ വളർന്നു വന്ന ജീവിത സാഹചര്യം, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് വളർന്നു വന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കാം.
അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ ലൈഫ് നമ്മളെ കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആയിരിക്കാം. എനിക്ക് വെറുപ്പ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരുതരം കൈൻഡ് ഓഫ് പേടിയാണ് സത്യത്തിൽ കല്യാണത്തിനോട്. ലൈഫിൽ എനിക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുക്കൻ, ഒരു പയ്യൻ എൻ്റെ ലൈഫിൽ കിട്ടുമോ, അല്ലെങ്കിൽ ലൈഫ് കോനാട്ടയായി പോകുമോ, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെയുള്ള പേടിയാണ്. ഞാൻ എങ്ങനെ ആ ഒരു വീട്ടിൽ പോയി പൊറുക്കും, അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, ലൈക്ക് അങ്ങനെ കുറേ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയാം, അല്ലെങ്കിൽ പേടിയെന്നൊക്കെ പറയാം. അതാണ് എനിക്കൊരു തരത്തിൽ കല്യാണത്തിനോട് താല്പര്യമില്ലാത്തൊരു കാര്യം. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ശോകം. ഓക്കെ, താല്പര്യം ഇല്ലാത്തൊരു കാര്യം വന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ലേറ്റ് ആക്കണം, താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആയിരിക്കാം, അത് കൈൻഡ് ഓഫ് ഒരു ട്രോമയുണ്ട് എൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നൊരു ഇതുണ്ട്, ദർ ഈസ് നോ പെർഫെക്റ്റ് ടൈം. കല്യാണത്തിന് ഇന്ന പ്രായത്തിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കെട്ടണം, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. ആൻഡ് ദർ ഈസ് ഓൾവേസ് ബി എ പെർഫെക്റ്റ് പേഴ്സൺ. ആ ഒരു കറക്റ്റ് ആൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ കെട്ടുക, ആ ഒരു മൈൻഡാണ്. ആൻഡ് ഐ തിങ്ക് ഐ ഗെറ്റ് ദാറ്റ് മാൻ. പക്ഷേ കല്യാണത്തിനോട് എനിക്ക് താല്പര്യം. ഇപ്പം എൻ്റെ ലൈഫിൽ കല്യാണത്തിനേക്കാൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മേ ബി നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നും, പക്ഷേ എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് ലിവിങ് ടുഗദറിനാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. കല്യാണം കഴിച്ച് പൊറുക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കിഷ്ടം ലിവിങ് ടുഗദറാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ നാളെ ഒരാൾ വന്നാൽ ഫസ്റ്റ് ഞാൻ അയാളോട് ചോദിക്കും, ലിവിങ് ടുഗദർ റെഡിയാണോ? അയാൾ ഓക്കെ അല്ല കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കല്യാണം കഴിക്കും. കാരണം എനിക്ക് പെർഫെക്റ്റായിട്ട്, എനിക്ക് റൈറ്റായിട്ട് തോന്നുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ വന്നാൽ കെട്ടുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെയുള്ളതെല്ലാം നമ്മൾ ചൂസ് ചെയ്ത ലൈഫ്, അല്ലെങ്കിൽ പിന്നെയുള്ളതെല്ലാം ഓക്കെ, ആ ഫ്ലോയിൽ അങ്ങോട്ട് പോകുക. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് തന്നെ ലൈഫിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ദെർ വിൽ ബി എ ഡിവോഴ്സ് എന്നും കൂടിയാണ്. കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഡിവോഴ്സ് ഉണ്ട്, അതാണ് എൻ്റെ മൈൻഡിൽ കിടക്കുന്നത് തന്നെ. അതെനിക്ക് മാറ്റാൻ പറ്റണില്ല. സോ കല്യാണം ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ടാകും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ പഠിച്ചതുങ്ങളൊക്കെ കെട്ടി 1 2 പിള്ളേരായി. കല്യാണം ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ കല്യാണം എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ഒരു ബാധ്യതയാകരുത്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. അപ്പോൾ ഞാൻ നാളെ ഒരു ദിവസം കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയുള്ള പൈസ ഞാൻ തന്നെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഞാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മച്ചിയുടെ അടുത്ത് ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഈ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യും, എന്നിട്ട് ആ വീഡിയോയുടെ ലിങ്ക് എടുത്ത് അയച്ചു കൊടുത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ എനിക്ക് കുറച്ച് വ്യൂസ് എങ്കിലും കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. സോ ഗൈസ്, കല്യാണമൊന്നും ആയില്ലേ എന്ന് ചോദിച്ചാൽ കല്യാണമൊക്കെ ആകുമെന്നേ.